പ്രോബ്ലം ചെക്ക് ഈവൻ ഓർ ഓഡ് നമ്പർ. അതായത് ഒരു നമ്പർ നമ്മളെടുത്തു, അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിൻ്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഈവൻ നമ്പർ എടുക്കുകയാണ്. 2, 4, 6, 8 ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അതിൻ്റെ മോഡുലസിൻ്റെ റിസൾട്ട് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. 2 കൊണ്ട് മോഡുലസിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ അതിൻ്റെ റിസൾട്ട് 0 ആയിരുന്നു. അതേപോലെ 4ൻ്റെ റിസൾട്ട് മോഡുലസ് 2 കണ്ടപ്പോൾ 0 ആണ്. അപ്പോൾ ഏത് ഈവൻ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും അത് മോഡുലസ് 2 റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് ഇവിടെ ഓഡാണോ ഈവൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്കറിയാം മോഡുലസ് 2ൻ്റെ റിസൾട്ട് 1 ആണ് വരുന്നത്, 0 അല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഈ അൽഗോരിതം എഴുതാം. അപ്പോൾ അൽഗോരിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ഇവിടെ ഇൻപുട്ട് നമ്പർ n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്തു. പിന്നെ നമ്മുടെ കണ്ടീഷൻ നമ്മുടെ നമ്പർ എന്ന് പറയുന്ന n ആണ്. അത് മോഡുലസ് 2 = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിൻ്റ് ആവണം? ഈവൻ പ്രിൻ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് ആവേണ്ടത് ഓഡാണ്. അപ്പോൾ നമ്മൾ റാഫ്റ്റർ ടൂൾ വെച്ചിട്ട് ഈ അൽഗോരിതത്തിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടും അതേപോലെ തന്നെ എൻഡും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ളിലുള്ള ഇൻപുട്ടും കാൽക്കുലേഷനും ഔട്ട്പുട്ടുമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ ഇൻപുട്ടിൻ്റെ സിമ്പിൾ നമ്മൾ സെലക്ട് ചെയ്തു. അത് നമ്മളവിടെ കൊണ്ടുവച്ചു സ്റ്റാർട്ടിൻ്റെ താഴെ. എന്നിട്ട് അവിടെ നമുക്ക് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്താണോ നിങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് അത് കൊടുക്കുക. ഞാനിവിടെ ഇൻപുട്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ അത് ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് അതാണ് താഴത്തെ സെക്ഷനിൽ നമ്മൾ കാണിക്കുന്നത്. അവിടെ n എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഡൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പുറത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്ത ഇൻപുട്ട് നമ്പർ വരും. അപ്പോൾ അവിടെ ഗെറ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് എന്നിലേക്ക് വാല്യൂ നമ്മളിവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഗെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് അവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അൽഗോരിതം നോക്കുമ്പോൾ അറിയാം നമുക്ക് അടുത്ത ചെക്കിംഗ് കണ്ടീഷനാണ്. അതിന് സെലക്ഷൻ ടൂളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. അതവിടെ പ്ലേസിൽ കൊണ്ടുവച്ചു. എന്നിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ആ ഡയമണ്ടിൻ്റെ. അപ്പോൾ അവിടേക്ക് നമ്മൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്? n മോഡുലസ് 2 = 0 ആണ് വേണ്ടത്. അത് കൊടുത്തു. നമ്മൾ ആ കംപ്ലീറ്റ് കണ്ടീഷൻ കൊടുക്കണം ചെക്കിങ്ങിൻ്റെ. ഇവിടുത്തെ ചെക്കിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? n മോഡുലസ് 2 = 0 വരെയുണ്ട്. അപ്പോൾ അതാണ് ഡയമണ്ടിൽ നമ്മൾ കൊടുക്കുന്നത്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്? ഈവൻ നമ്പർ ആയിരിക്കും. ഫാൾസ് ആണെങ്കിൽ എന്താണ്? ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ട്രൂ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നമുക്ക് എന്ത് പ്രിൻ്റ് ആവണം? ഈവൻ എന്ന് പ്രിൻ്റ് ആവണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഔട്ട്പുട്ടാണ് വേണ്ടത്. നമ്മുടെ ഔട്ട്പുട്ട് ഈവൻ നമ്പറാണ്. ഇവിടെ ആ കണ്ടീഷൻ എസ് ആവുന്ന കേസിൽ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സിമ്പിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എസിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് വേണ്ട മെസ്സേജ് ഡബിൾ കോഡ്സിൻ്റെ കൊടുക്കുക. ഈവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ എന്ന് കൊടുത്ത് ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ മെസ്സേജിൽ എന്ത് വരും? ഈവൻ എന്ന് വരും. പുട്ട് ഈവൻ എന്നാണ് വരിക. ആ പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഗെറ്റ് ഒരു വാല്യൂ എടുത്തില്ലേ, ആ വാല്യൂവിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈവൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പുട്ട് കീവേഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോ ആണെങ്കിൽ, അതായത് ആ കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡ് എന്നാണ് പ്രിൻ്റ് ആവേണ്ടത്. അപ്പോൾ നോ എന്ന് പറയുന്ന ആ ലൈനിൻ്റെ അവിടെ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ സിമ്മിൽ ഒന്നും കൂടി ചെന്ന് വെക്കുക. എന്നിട്ട് റൈറ്റ് ഞെക്കിയിട്ട് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഓപ്ഷനിൽ നമ്മൾ ഓടുന്ന ഡബിൾ കോഡ്സിൻ്റെ കൊടുക്കുക. എന്നിട്ട് ഡൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അൽഗോരിതം ഇവിടെ, അതായത് ഫ്ലോ ചാർട്ട് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻഡ് സെക്ഷനിലേക്ക് വന്നു. ഇനി നമുക്കത് റൺ ചെയ്യണം. അപ്പോൾ റൺ ചെയ്യാനുള്ള കോഡ് അവിടെ കൊടുത്തു. അപ്പോൾ ഇൻപുട്ട് നമ്പർ ഇവിടെ ആദ്യം കൊടുക്കുന്നത് 7 ആണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ കണ്ടീഷനിലേക്ക് 7 പോവും. എന്നിൻ്റെ സ്ഥാനത്ത് 7 വരും. അപ്പോൾ അവിടെ എന്ത് പ്രിൻ്റായി? ഓഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ഇവിടെ പ്രിൻ്റായി വന്നു. ഇനി നമുക്ക് ഇവൻറ്റിൻ്റെ റിസൾട്ടും കൂടി നോക്കാം. ഒന്നും കൂടി റൺ ചെയ്യാം. പിന്നെ നമ്പർ ചോദിച്ചു. നമ്മളിവിടെ 4 എന്ന് പറഞ്ഞ നമ്പറാണ് കൊടുക്കുന്നത്. ഇവൻ നമ്പറാണ്. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യും. ഇവൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് എന്ത് പ്രിൻ്റ് ആവും? ഈവൻ എന്ന് പ്രിൻ്റ് ആവും. ആ ഒരു ഗ്രീൻ ലൈൻ ഇതിലേക്ക് കൂടെ പോകുന്നു.